നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് കുന്നത്തുനാട് MLA PV ശ്രീനിജനെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ പ്രതികരണവുമായിട്ട് പാർട്ടി രംഗത്ത് നിൽക്കുകയാണല്ലോ. CPMന്റെ സംഘടനാ ശേഷിയുടെ തരത്തിൽ 2020 പുതുക്കയിൽ സമ്മേളനം നടത്തിയതിൻ്റെയും കേരളം മാറി മാറി ഭരിച്ച മുന്നണികൾക്ക് ചിന്തിക്കാൻ പോലുമാകാത്ത കർമ്മപദ്ധതികൾ പ്രഖ്യാപിച്ചതിൻ്റെയും വൈരാഗ്യത്തിലാണ് ശ്രീനിജനും CPMും പരാതിയുമായി രംഗത്തെത്തിയതെന്ന് 2020 ആരോപിക്കുന്നു. സാബു എം ജേക്കബിനെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമം ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീനിജനും CPM പ്രവർത്തകയായ ശ്രുതി ശ്രീനിവാസനുമാണ് പരാതി നൽകിയത്. CPMന്റെ സംഘടനാ ശേഷിയെ തന്നെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലാണ് 2020 പാർട്ടി മഹാസമ്മേളനം നടത്തിയത്. കേരളം മാറി മാറി ഭരിച്ച മുന്നണികൾക്ക് ചിന്തിക്കാൻ പോലുമാകാത്ത കർമ്മപദ്ധതികൾ പ്രഖ്യാപിച്ചതിലുമുള്ള വൈരാഗ്യമാണ് സാബു എം ജേക്കബിനെതിരെ ഒരിക്കലും നിലനിൽക്കില്ലാത്ത കള്ളക്കേസുകൾ എടുക്കാൻ ഭരണകക്ഷിയായ CPMനെയും കുന്നത്തുനാട് MLAയെയും പ്രേരിപ്പിച്ചത്. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും ഒന്നടങ്കം നടത്തിയ നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിൻ്റെ 4 ഇരട്ടി ആളുകളാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതേ വേദിയിൽ നടന്ന 2020യുടെ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തത്. സാബു എം ജേക്കബ് നടത്തിയ പ്രഖ്യാപനങ്ങൾ CPMനെ വല്ലാതെ ചൊടിപ്പിച്ചു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് 5000 രൂപ പ്രതിമാസ ക്ഷേമ പെൻഷൻ നൽകും. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കും. കിഴക്കമ്പലം മോഡലിൽ ഭക്ഷ്യധാന്യങ്ങൾക്കും മരുന്നിനും 50% വരെ വില കുറയ്ക്കും. 6 മാസത്തിനുള്ളിൽ കുറ്റകൃത്യങ്ങൾ 80% കുറയ്ക്കും. മന്ത്രിമാരുടെ എണ്ണം 21 നിന്നും 11 കുറയ്ക്കും എന്നിവയാണ് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ടവ. സാബു എം ജേക്കബിനെയും 2020 പാർട്ടിയെയും കള്ളക്കേസിൽ കുടുക്കി നിശബ്ദമാക്കാനും ഇല്ലായ്മ ചെയ്യാനുമാണ് CPMും കുന്നത്തുനാട് MLAയും ശ്രമിക്കുന്നത് എന്നാണ് പാർട്ടിയുടെ പ്രസ്താവനയിൽ പറയുന്നത്.